4ാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കുക എന്താ വെച്ചാൽ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണെന്നാണ്. ഇസ്ലാം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന്. അപ്പൊ ലഹരിയോട് പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂന്നേ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ജനാധിപത്യമായ ഒരു മര്യാദയിലല്ല, ഒരു പാഠപുസ്തകത്തിന്റെ ഭാഗമായി, ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരു സംഗതി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നുവരെ പരിചയമുള്ള മര്യാദകളുണ്ട്. എന്നിട്ട് അതൊക്കെ ലംഘിക്കപ്പെട്ട് കൺസേണുകൾ എടുക്കാതെ, പഠനങ്ങൾ നടത്താതെ, അധ്യാപക സംഘടനകളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ, PTA കൂടാതെ ഇത് നടപ്പിലാക്കിയ രീതി എന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ മര്യാദയിൽ പെടുന്നതല്ല. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. അതിന് വിഭിന്നമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികൾ കൊണ്ടുവരിക, എന്നിട്ട് അത് നടപ്പിലാക്കും എന്ന് തിട്ടൂരം പറയുക പോലെയുള്ള ഒരു രീതി അത് ജനാധിപത്യ മര്യാദയിൽ പെട്ടതല്ല. വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ശാരീരിക ക്ഷമത പരിശീലനം പഠിപ്പിക്കാൻ, ഒരു പുതിയ കായിക മുറ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആരോടൊക്കെയാണ് കൂടിയാലോചന നടത്തേണ്ടത്? അതിൽ മതസംഘടനകളും സാമുദായിക താല്പര്യ കക്ഷികളും ഒക്കെ ഉൾക്കൊള്ളണം എന്നുള്ളതാണോ അങ്ങ് പറയുന്ന മര്യാദ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. കാരണം അധ്യാപകർക്കടക്കം പരിശീലനം നൽകിയിട്ടുണ്ട്, അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അധ്യാപകർക്ക് വിവരങ്ങൾ നൽകുമ്പോൾ അത് അറിയാത്ത അധ്യാപക സംഘടനകളുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളമേ അതിൽ ഈ പറയുന്ന സംഘടനാ ബോധവും സംഘടനാ ശേഷിയും ഉള്ളൂ എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടി വരും. 100% ഞാൻ യോജിക്കുന്നു. പറയുമ്പോൾ ഇന്നലെ ഇതിൽ വിമർശനം ഉന്നയിച്ചവരും ഇന്നലെ ഇത് ആഭാസതരമാണെന്ന് പറയുന്നതും ഇന്നലെ മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള വഴിയാണെന്ന് ഒക്കെ പറഞ്ഞവരും ഒക്കെ ഏത് തരത്തിലാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ എല്ലാവരെയും അങ്ങ് പ്രതിനിധീകരിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. സൂംബ ഡാൻസ് എന്നാണ് ഇവര് വീഡിയോ കാണുന്ന പോലത്തെ സാംബ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ. ലോകത്ത് 2 രാജ്യങ്ങളിലാണ് സൂംബ കളിക്കാൻ പാടില്ലാത്തത്. അതൊന്ന് ഇറാനിലാണ്, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കേരളത്തിൽ സ്കൂളുകളിൽ സൂംബ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വളരെ വിനീത വിധേയരായിട്ട് പറയാൻ ഒരു കാര്യമുള്ളൂ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, അഫ്ഗാനിസ്ഥാൻ അല്ല, ഇറാൻ അല്ല. ഇവർക്ക് എന്താണ് പ്രശ്നം അത് ഇവർ പറയട്ടെ. അധ്യാപക സംഘടനയോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അധ്യാപക സംഘടനയല്ലേ പറയേണ്ടത്? വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആളുകളാണോ പറയേണ്ടത്? നിർത്തിയവമാനിക്കുവാണെന്ന് അത് അവിടെ വീണ്ടും ഇതൊരു മതപരമായ ആംഗിളിലേക്ക് കൊണ്ടുവരാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. വിശ്വാസവുമായി ബന്ധമില്ല എന്ന് പറയുന്നു, പക്ഷേ വിമർശനം ഉന്നയിക്കുന്നത് മുഴുവൻ സാമുദായിക സംഘടനകളാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. 4ാം ക്ലാസ്സിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ ഇവർ ചോദിക്കുക എന്താ വെച്ചാൽ ഒന്നിച്ച് കിടന്നുറങ്ങിയാൽ എന്താണെന്നാണ്. ഇത്തരത്തിലുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമന്റ്സും ഡിബേറ്റ്സും പറയുന്ന ഇവരോട് തർക്കിക്കാൻ പറ്റില്ല എന്നല്ല. ഇസ്ലാം പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ ഇതിന്റെ പുഴ ഒഴുകുവാണെന്ന്. അപ്പൊ ലഹരിയോട് പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂന്നേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.